അച്ചു, ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നു. എന്ത് കാര്യം? ഇയാൾ ഇന്നലെ എന്നോടൊരു നുണ പറഞ്ഞു. ഞാനോ? അതെ, ഇയാൾ ഇന്നലെ എന്റെ ഏട്ടനെ കണ്ടില്ലേ? ഏട്ടൻ സത്യം പറഞ്ഞു. പക്ഷെ അച്ചു എന്തിനാ എന്നോട് നുണ പറഞ്ഞത്? അതിപ്പോ പറയ, ഒരു നുണ മറയ്ക്കാൻ വേറൊരു നുണ പറയണ്ട. അത് അതിലും കുഴപ്പാവും. എന്താ പൊറുകുറുക്കുന്നേ? പറ അച്ചു. വാ പറയാം. അതായത് ഞാൻ ഇങ്ങനെ കടൽപ്പാലം വഴി ശംഖുമുഖത്തേക്ക് പോയപ്പോ നിന്റെ ചേട്ടൻ അവിടെ നിൽക്കുന്നതായിട്ടൊരു സംശയം. ശരി, എങ്കി ഇറങ്ങി ഒന്ന് വിഷ് ചെയ്ത് കളയാന്ന് വിചാരിച്ചു. അല്ലാതെ അതിങ്ങനെ ഇത്ര ഹായ് അങ്കിൾ. How are you, Gopika? I am fine. ഇന്ന് ക്ലാസ് ഇല്ലേ? ഇല്ല, ടീച്ചേഴ്സ് ഇന്ന് സ്ട്രൈക്കാ. സ്റ്റുഡൻസിന് കുറച്ച് റൊമാൻസ് ഒക്കെ വേണ്ടേ അങ്കിൾ? അല്ല, മേനോൻ അങ്കിളിന് അവിനാഷിനെ അറിയില്ലേ? ഇല്ല. നിങ്ങളുടെ ഹോസ്പിറ്റലിലെ വില പിടിച്ചൊരു ജമ്മുണ്ടല്ലോ, ഡോക്ടർ അപർണ. യെസ്. അപർണ മാഡത്തിന്റെ ഒരേ ഒരു സന്തതിയാണ് ഈ കക്ഷി. ഓ മൈ ഗുഡ്നസ്, ഇത്ര അടുത്ത് കിടന്നിട്ട് ഇത്ര വൈകിയ നമ്മൾ പരിചയപ്പെടുന്നത്. അതും വളഞ്ഞ വഴിയിലൂടെ അല്ല അങ്കിൾ? എക്സാക്ട്ലി. എന്തായാലും നിങ്ങളുടെ റൊമാൻറ്റിക് മൂഡ് ഞാനായിട്ട് സ്പോയിൽ ചെയ്യുന്നില്ല. താങ്ക് യു അങ്കിൾ. ഓക്കെ അവിനാഷ്, സീ യു. ഓക്കെ. ശരി ഗോപിക. ശരി. ഇനി ഇയാള് ചെന്ന് അമ്മയോട് എന്തൊക്കെ പറയോ? നിന്റെ നാവ് ശരിയല്ല. ഓ, നമ്മൾ തമ്മിൽ ശൈല ലോകത്തിലാണെന്ന് അയാളും അറിയിട്ടട ചെക്ക. സ്റ്റൈലല്ലേ? ഓ അയ്യോ, മണി 10:30. 9 മണിക്ക് കയറണ്ട, ഞാൻ പോകുന്നു. ഈ ചെക്കൻ എന്റെ കംപ്ലീറ്റ് മൂഡും കളഞ്ഞു. ഇവിടെ തലക്ക് തീ പിടിച്ചിരിക്കുമ്പോഴാണ് നിന്റെ മൂഡ്. ഒന്ന് പോവണേ. എങ്ങനെ പോവണ്ണേന്നോ? ആളും പേരുമില്ലാത്തവർ തന്നെ പിടിച്ചോണ്ട് വന്നിട്ട് മര്യാദക്ക് എന്നെ കവടിയാർ ജംഗ്ഷനിൽ കൊണ്ടുവിട്ടു. ഓ കേറ്. എന്നെ പേടിയുണ്ട്. തീർത്തും പ്രൈവറ്റായ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. എന്നാലും ഈ പ്രത്യേക സാഹചര്യത്തിൽ പറയാതിരിക്കാനും വയ്യ. താങ്ക്സ്. എന്തായാലും മിസ്റ്റർ മേനോൻ പറഞ്ഞോളൂ. അവിനാഷിനെ പരിചയപ്പെടുത്തിയത് ഗോപികയാണ്. പക്ഷേ അവരുടെ സംസാരം കണ്ടപ്പോൾ വെറും ഫ്രണ്ട്ഷിപ്പിനപ്പുറം എന്തോ ഉള്ളതുപോലെ തോന്നി. ഞാൻ പറയുന്നത് തെറ്റാണോന്ന് എനിക്കറിയില്ല. അല്ല, താങ്കളുടെ ഊഹം വളരെ ശരിയാണ്. അവർ രണ്ടുപേരും പരസ്പരം ഇഷ്ടത്തിലാണെന്നാണ് എനിക്ക് തോന്നിയത്. നേരാണ്. ദൈവത്തിൻ്റെ ഒരു കുസൃതി. മരിക്കുമെന്നുറപ്പുള്ള എൻ്റെ രോഗിയെ എൻ്റെ മകൻ തന്നെ സ്നേഹിക്കുന്നു. അത്ര ലാഘവത്തോടെ കാണാവുന്ന കാര്യമാണോ ഇത്? അല്ല, അത്രയ്ക്ക് സീരിയസ്നെസ് കൊടുത്തിട്ട് എന്താണ് കാര്യം? അവരെ തമ്മിൽ പിരിക്കാനൊന്നും ആർക്കും ആവില്ല. അങ്ങനെ പറയരുത്. അവിനാഷ് നിങ്ങളുടെ മകനാണ്, ഒരേ ഒരു മകൻ. യെസ്, പക്ഷേ ഐ എം ഹെൽപ്ലെസ്. ഈ നിലപാട് ശരിയല്ല അപർണ. നിങ്ങൾ സത്യത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. ഞാൻ എന്ത് ചെയ്യണമെന്നാ സാർ പറയുന്നത്? എനിക്കറിയാം ഞാൻ ഈ പറയുന്നത് ഒരു സുഹൃത്തിനോട് ചെയ്യുന്ന തെറ്റാണെന്ന്. പക്ഷേ അതിലുപരി ഇതിലെ ന്യായം മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒന്ന് ചോദിച്ചോട്ടെ, അവിനാഷും ഗോപിയും തമ്മിൽ അടുപ്പത്തിലായിട്ട് അധികം നാളായോ? ഇല്ല, ഞാൻ ഈ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രം. അപ്പൊ വലിയ കാലപ്പഴക്കമില്ലാത്തൊരു ബന്ധം. അപർണ ഇന്ന് എന്നെ മകനെ വിളിച്ചു പറയണം ഗോപികമായുള്ള അടുപ്പം അവസാനിപ്പിക്കണമെന്ന്. അതെങ്ങനെ എനിക്ക് സാധിക്കും? മറുവശത്ത് നിൽക്കുന്നത് എന്റെ തന്നെ രോഗിയല്ലേ? പക്ഷെ രോഗി മകനേക്കാളും വലുതല്ല. എല്ലാവരുടെയും ജീവന് തുല്യമായ വിലയുണ്ടെന്ന് കരുതുന്നവളാണ് ഞാൻ. പ്രാക്ടിക്കൽ ലൈഫിൽ ഇത്തരം ഐഡിയലിസം പ്രയോജനപ്പെടില്ല. ഒന്ന് ഓർത്തു നോക്ക്. അവരെ സ്വതന്ത്രമായിട്ട് വിട്ടാൽ ഒരു ദിവസം ആ കുട്ടിയെ നിങ്ങളുടെ മരുമകളായിട്ട് സ്വീകരിക്കേണ്ടി വരും. മരുമകളുടെയും ഭാര്യയുടെയും ഡ്യൂട്ടികളൊന്നും ചെയ്യാൻ കഴിവില്ലാത്ത മരണം കാത്തുകിടക്കുന്ന ഒരു രോഗി മാത്രമായിരിക്കും നിങ്ങളുടെ മരുമകൾ. ഒരു ദിവസം ആ കുട്ടി എന്നേക്കുമായി ഗുഡ് ബൈ പറയുമ്പോൾ നിങ്ങളുടെ മകന്റെ അവസ്ഥ എന്തായിരിക്കും? അവനത് താങ്ങാനാവോ? ഒരുപക്ഷെ നിങ്ങൾക്ക് കഴിയുമായിരിക്കും. പക്ഷെ അവിനാഷ് എന്ത് ചെയ്യും? ജീവിതം തുടങ്ങും മുമ്പേ വിഭാരനായി തീരുന്ന ഈ ചെറുപ്പക്കാരന്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ?
അപർണ, നിങ്ങളുടെ ഒരേ ഒരു ആശ്രയമാണ് അവിനാഷ്. എല്ലാം അറിഞ്ഞുകൊണ്ട് ആ കുട്ടിയെ കുരുതി കൊടുക്കണോ? നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ ശരിയാണെന്ന് തോന്നുന്ന കാര്യം ഉടനെ നടപ്പാക്കുകയാണ് വേണ്ടത്. അതിന് പക്ഷേകളില്ല. ഉടനെ തന്നെ ഈ ബന്ധത്തിൽ നിന്ന് വിട്ടുപോരാൻ മകനെ നിർബന്ധിക്കണം. അത് ഗോപികയുടെ ജീവനെ ബാധിക്കും. അവള് എൻ്റെ ഒരു പേഷ്യന്റ് അല്ലേ? അതെ, പേഷ്യന്റിനോട് കരുണയും മനോവിശാലതയും കാണിക്കണം. പക്ഷെ സ്വന്തം ജീവിതത്തെ ചാമ്പലാക്കിക്കൊണ്ടാകരുത്. ഈ ഹോസ്പിറ്റലിലെ 1000-ലേറെ വരുന്ന രോഗികളോട് ഈ പറഞ്ഞ കരുണയും മനോവിശാലതയും കാണിച്ചാൽ എനിക്ക് ഈ ഹോസ്പിറ്റലിൽ തന്നെ അടച്ചുപൂട്ടേണ്ടി വരും. അതാണ് സത്യമായ കാര്യം. കൂടുതലൊന്നും പറയുന്നില്ല. ഡോക്ടർ സാവകാശം ഇരുന്നൊന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ബോധ്യപ്പെടും. മരുമകളുടെയും ഭാര്യയുടെയും ഡ്യൂട്ടികളൊന്നും ചെയ്യാൻ കഴിവില്ലാത്ത മരണം കാത്തുകിടക്കുന്ന ഒരു രോഗി മാത്രമായിരിക്കും നിങ്ങളുടെ മരുമകൾ. ഒരു ദിവസം ആ കുട്ടി എന്നേക്കുമായി ഗുഡ് ബൈ പറയുമ്പോൾ നിങ്ങളുടെ മകന്റെ അവസ്ഥ എന്തായിരിക്കും? ജീവിതം തുടങ്ങും മുമ്പേ വിഭാരനായി തീരുന്ന ഈ ചെറുപ്പക്കാരന്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഒരേ ഒരു ആശ്രയമാണ് അവിനാഷ്. എല്ലാം അറിഞ്ഞുകൊണ്ട് ആ കുട്ടിയെ കുരുതി കൊടുക്കണോ? ഹായ് ഗോപു. അതെ, എന്ത് തീരുമാനിച്ചു? മനസ്സിലായില്ല. ഇത്ര വേഗം മാറുന്നോ? മലയുടെ മണ്ടേ കയറി ഐ ലവ് യു എന്ന് പറയണ്ടേ? അതോ? നാളെ 2 അവർ ഫ്രീയാ. ബാക്കിയുള്ള പീരീഡ് കട്ട് ചെയ്യാം. പോയാലോ? സമ്മതിച്ചു. നാളെ ഞാനും ഫ്രീയാ. പക്ഷേ ഒരു കണ്ടീഷൻ. അതെന്താ? മലയുടെ മുകളിലൊന്നും കയറാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ചെറുക്കനെ കൊണ്ട് ഞാൻ തോറ്റു. മലയുടെ താഴെ നിന്ന് പറഞ്ഞാലും മതി. പക്ഷെ അതിനൊരു വിഷ്വൽ ബ്യൂട്ടിംഗ് ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല. അത് ഞാനങ്ങ് സഹിച്ചോളാം. എന്തായാലും മല കയറാൻ ഒക്കില്ല. താഴെ നിന്ന് മതി. ഉറപ്പാണോ? ഉറപ്പാ. എങ്കിൽ പിന്നെ അത് മതി. അപ്പോ നാളെ രാവിലെ 9:30 പാലത്തിനടുത്തുള്ള സ്റ്റോപ്പിൽ കാണാം. ഓക്കെ? ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
ഞാൻ തന്ന വാക്ക് തെറ്റിക്ക് ഐ എം സോറി. ഏയ് ഗോപു, വീടച്ചു, ഇതെന്റെ സ്വപ്നം, അത് സാധിച്ചു തരേണ്ടത് നീ. വീട് നിക്കാൻ. ഗോപു, ഞാൻ പറയുന്ന കേക്ക്. ഗോപു, നിക്കാൻ. പറയുന്ന കേക്ക്. ഓടരുത്. ഓടരുത്. ഗോപു, നിക്കാൻ. 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 ഇല്ല, നിക്കില്ല. ഗോപു, ഞാൻ പറയുന്ന കേക്ക്. ഓടല്ലേ. അച്ചു വാ. എങ്ങനെയുണ്ട് അമ്മേ? ചിരിക്കണ്ട, നീയാണ് ഇതിനൊക്കെ കാരണക്കാരി. സോറി, ഇങ്ങനൊക്കെ വരുമെന്ന് കരുതിയാണോ ഞാൻ അങ്ങനെ ചെയ്തത്? ആ, അധികം സംസാരിക്കണ്ട. അച്ചു പുറത്തേക്ക് പോ. എനിക്കിന്ന് പോവാവോ? പറ്റില്ല. അച്ചു വരൂ, എന്റെ മുറിയിലേക്ക് പോ. അമ്മ പോയിക്കോ, ഞാൻ വന്നോളാം. എന്റെ അമ്മോ, ഡോക്ടർ അമ്മയുടെ ജാട കണ്ടില്ലേ? എന്റെ അമ്മയെ വെറുതെ കുറ്റം പറഞ്ഞ എന്റെ സ്വഭാവം മാറൂട്ടോ. കല്യാണം കഴിച്ച് ഞാനങ്ങ് വരട്ടെ, അമ്മായി അമ്മ ഒരു മൂലയ്ക്ക് ഞാൻ ഇരുത്തും. ഈ ജാടകൾക്ക് മുഴുവൻ എണ്ണി എണ്ണി ഞാൻ പകരം ചോദിക്കും. അതൊക്കെ ആയിക്കോളൂ, പക്ഷെ തൽക്കാലം അമ്മയെ നീ അനുസരിക്കണം, അധികം സംസാരിക്കണ്ട. എടോ മനുഷ്യ, അതിന് എനിക്ക് ഒരു അസുഖവും ഇല്ല. നീ ഇങ്ങനെ നാവിട്ടടിക്കാൻ തുടങ്ങി ഞാൻ ഇറങ്ങി പോകട്ടോ? അയ്യോ വേണ്ട, ഞാൻ മിണ്ടാതിരുന്നോളാം. താൻ ഇവിടെ ഇരിക്കെ. അച്ചു പ്ലീസ് ഇരിക്കുന്നേ. ചുണ്ടത്ത് വിരൽ വെച്ച് മിണ്ടാതെ കിടന്നോണം. ഏയ്
മേ ഐ കം ഇൻ ഡോക്ടർ? യെസ്, കമിൻ. എങ്ങനെയുണ്ട് ഗോപിയുടെ സ്റ്റേജ്? വളരെ മോശം തന്നെയാണ്. ഇത് സംഭവിക്കുമ്പോ അവൾ അവിനാശിന്റെ ഒപ്പമായിരുന്നു അല്ലേ? വിചാരിച്ചതിനേക്കാളും അടുപ്പമാണ് അവർ തമ്മിൽ. ഞാൻ പറഞ്ഞതിനെ കുറിച്ച് ഡോക്ടർ ആലോചിച്ചോ? എന്ത്? ഈ ബന്ധം ഇങ്ങനെ തുടർന്നാൽ ഡോക്ടർ ഒരുപാട് വേദനിക്കേണ്ടി വരും. ഇന്ന് എനിക്കത് ബോധ്യമായി. പക്ഷേ ഇനി എന്ത് ചെയ്യാൻ കഴിയും? ഇത് അവസാനിപ്പിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. എങ്ങനെ? ഗോപികയോട് അവളുടെ അസുഖം എന്താണെന്ന് സത്യം തുറന്നു പറഞ്ഞാൽ മാത്രം മതി. ഏത് നിമിഷവും മരിക്കാവുന്ന അവസ്ഥയിലാണെന്ന് അറിഞ്ഞാൽ അവൾ സ്വയം പിൻവലിയും. പക്ഷേ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ എനിക്ക് പറയാനാവില്ല. അറിയാം, എന്നാൽ എനിക്ക് പറയാൻ കഴിയും. ഞാൻ ആ കുട്ടിയുടെ ഡോക്ടറല്ല, വെറൊരു കുടുംബ സുഹൃത്താ. അത് വേണോ? ഞാനിത് ചെയ്യുന്നത് എനിക്ക് വേണ്ടിയല്ലാന്നറിയാലോ, ഡോക്ടർക്ക് വേണ്ടി മാത്രമാണ്. എനിക്കെന്തോ വല്ലാതെ തോന്നുക. വിഷമിക്കണ്ട, ഇരു ചെവി അറിയാതെ ഭംഗിയായിട്ട് ഞാൻ നിർമ്മിക്കൊള്ളാം. ഇപ്പൊ തന്നെ ആ കുട്ടിയോട് പറയാൻ പോവാണോ? ചില കാര്യങ്ങൾ നീട്ടിവെച്ചാൽ അത് അപകടമാകും ഡോക്ടർ. എന്തിനാ എഴുന്നേക്കുന്നത്? എനിക്ക് തോന്നിയിട്ട് ആര് വിചാരിച്ചാലും എന്നെ പിടിച്ചൊരു രോഗിയാണെന്ന് നോക്കത്തില്ല. പിന്നെ അച്ചു ഈ ഗൂഢാലോചനയ്ക്ക് കൂട്ടു നിൽക്കരുതെന്നാ എന്റെ അഭിപ്രായം. മിണ്ടരുത്. പറഞ്ഞ അനുസരിക്കാത്തോണ്ടാ നിനക്ക് ഇതൊക്കെ സംഭവിച്ചത്. മലയെ കയറരുതെന്ന് ഞാൻ പറഞ്ഞിട്ട് നീ അനുസരിച്ചോ? അനുസരിക്കില്ല. ആ കാര്യങ്ങളൊന്നും ഗോപി അനുസരിക്കില്ല. എടോ മാഷേ, ജീവിതത്തിൽ ഒരു ത്രില്ലും റൊമാൻസും ഒക്കെ വേണ്ടേ? 100 വയസ്സ് വരെ ഇങ്ങനെ ചതഞ്ഞരഞ്ഞ് മിണ്ടാതെ അനങ്ങാതെ ജീവിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഒരു നിമിഷം മതി, പക്ഷെ ആളി കത്തണം. ആ മലയുടെ മണ്ടേ കയറി ഐ ലവ് യു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് സ്റ്റൈലായിരുന്നേനെ. എന്റെ ലൈഫ് തന്നെ മാറിപ്പോയേനെ. ഈ അങ്കിൾ ആള് ശരിയല്ല കേട്ടോ. എന്താ കാര്യം മോളെ? നമ്മുടെ MT സാറ് പറഞ്ഞ ക്ലീശ പോലെയാ. രംഗബോധം ഇല്ലാത്ത കോമാളി അങ്കിള്. അത് മരണത്തെക്കുറിച്ചല്ലേ MT എഴുതിയത്? അതെ, ഇപ്പൊ അങ്കിൾ ആ റോളിലാ. ഞങ്ങൾ ഇവിടെ റൊമാൻറ്റിക് മൂഡിൽ നല്ല സ്റ്റൈലായിട്ട് ഇരിക്കുകയായിരുന്നു. ഓ, ഹോസ്പിറ്റൽ റൂമിൽ റൊമാൻസ്. അത് നിരോധിക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയാണ്. അവിനാഷ്, അമ്മ തിരക്കുന്നുണ്ട്. അങ്കിൾ, എനിക്ക് ബോറടിച്ചിട്ട് ഞാൻ പിടിച്ചു നിർത്തിയതാ. കുറച്ചു നേരം കൂടെ നിന്നോട്ടെ. എനിക്ക് കുട്ടിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമല്ലോ. അതിനുശേഷം അവിനാഷ് വന്നിരുന്നുള്ളൂ. ശരി സാർ. ഗോപി, ഞാൻ ഇപ്പോ വരാം. ഡേ അച്ചു, ഈ വഴി പോയി നേരെ ഓഫീസിൽ കയറി കളയരുത് കേട്ടോ. ഇല്ല. ഭയങ്കര വഘോളിക്കാ കക്ഷി. ജോലിന്ന് വെച്ച ചത്ത് കളയും. ഒരു നേരെ ലീവ് എടുക്കാൻ പറഞ്ഞ എന്ത് ചെയ്യാന്നറിയൂ? ഒരു MDയുടെ പോയിന്റ് ഓഫ് വ്യൂ അതൊരു നല്ല ക്വാളിറ്റിയാണ്. ആ, അങ്കിൾ പറയൂ, നിങ്ങൾ കുത്തകമൂരാച്ചികളല്ലേ? അങ്കിളിന് എന്ത് കാര്യം പറ. അതങ്ങനെ തിരക്ക് പിടിച്ച് പറ്റിയ കാര്യമല്ല. ഓഹോ, അപ്പം മഹാഭാരതം കഥ പറയാൻ പോവാണല്ലേ? ദേ, ആ പരിപ്പ് ഇവിടെ വേവില്ല കേട്ടോ. പറയാനുള്ളത് കാച്ചി കുറുക്കി ഗുളിക പരുവത്തിൽ ഇങ്ങ് തന്നു, ഞാൻ വിഴുങ്ങിക്കോളാം. ആയിക്കോട്ടെ. എനിക്ക് പറയാനുള്ളത് കുട്ടി കരുതുന്നത് പോലെ അത്ര. ദേ മുഖവര, എനിക്കിതാ ഇഷ്ടമല്ലാത്തത്. ഒരു കാര്യം പറയുമ്പോൾ നേരെ ചൊവ്വേ അതങ്ങ് പറഞ്ഞാ മതി. എന്ത് കാര്യത്തിന് അനാവശ്യമായ വർണ്ണന? ചില കാര്യങ്ങൾ അങ്ങനെയാണ് ഗോപിക, ഒന്ന് വളച്ചു കെട്ടേണ്ടി വരും. ഐ സിംപ്ലി ഹേറ്റ് ദാറ്റ്. വളച്ചു കെട്ടുന്ന നേരത്ത് ഞാനൊരു ഷോർട്ട് സ്റ്റോറി വായിച്ചിരിക്കാം. എന്താ? മുഖവര തീർന്നു കഴിഞ്ഞാലുടൻ അങ്കിൾ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ? എങ്കിൽ ശരി, മുഖവര ഇല്ലാതെ തന്നെ പറയാം. ഗോപികയുടെ അച്ചുവായിരിക്കും. കേറി വന്നോ. ഗോപി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? എന്റെ ചേട്ടാ, പഴയ പോലെ വെറും ഒരു തലചുറ്റല്. ഇതിപ്പോ എനിക്ക് നല്ല ശീലമായി. ഒരു കുഴപ്പമില്ല അല്ലേ അങ്കിൾ? നീ അധികം ഒച്ചപ്പാടുണ്ടാക്കണ്ട. പറയുന്ന അനുസരിച്ച് ഒരിടത്ത് അടങ്ങി കിടക്കാൻ നോക്ക്. അങ്ങനെ ഇപ്പൊ എന്നെ ഒതുക്കാൻ നോക്കണ്ട. ഈ ഹോസ്പിറ്റൽ ആകെ അടിച്ചു പൊളിക്കാൻ എന്റെ തീരുമാനം. അതേതായാലും വേണ്ട, ഞങ്ങൾ ജീവിച്ചു പൊയ്ക്കോട്ടെ. ജയമോഹൻ ഡ്യൂട്ടിയിലായിരുന്നല്ലേ? അതെ, വിവരം അറിഞ്ഞപ്പോ ഈ നേരമായി. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേടോ. ആ, താനീ വന്നേ, നമുക്ക് ഇത്തിരി സംസാരിച്ചിരിക്കാം. അങ്കിൾ, എന്നോട് പറയാനുള്ള കാര്യം പറഞ്ഞില്ല കേട്ടോ. അതൊക്കെ പിന്നെ പറയാം.
മോക്ക് എന്തെങ്കിലും വല്ലായിക തോന്നും? ഒരു ചുക്കുമില്ല. കണ്ടില്ലേ, അവൻ പുലിയാ, ചിങ്കം. ഞാൻ വല്ലാതെ പേടിച്ചു. ഇങ്ങനെ ഒരു പേടി തൂറി SP. ദേ, എന്റെ കോൺഫിഡൻസും കൂടെ കളയാതെ ഏട്ടനൊന്ന് പോയേ. ഞാൻ ഉടനെ വരാം. നിർബന്ധവും ഇല്ല. ഗോപികയുടെ കാര്യത്തിൽ തീരുമാനം വല്ലതും എടുത്തോ? മേനോൻ എന്താ ഉദ്ദേശിച്ചത്? ക്ലബിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന്റെ കാര്യം. ആ, ഞാൻ ആലോചിക്കാതിരുന്നില്ല. പക്ഷെ എന്തോ എനിക്കതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. അപ്പോ ഗോപികയ്ക്ക് സർജറി നടത്തണ്ട എന്ന് തന്നെയാണോ തീരുമാനം? അതെ. ഓക്കെ, അതൊക്കെ ജയമോഹന്റെ ഇഷ്ടം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ആ കുട്ടിയുടെ അവസ്ഥ വളരെ മോശമാണ്. മരണം പോലും സംഭവിക്കാവുന്ന സ്റ്റേജിലായിരുന്നു ഗോപിക. നിങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ ഈ ഇൻസിഡന്റ് ഒഴിവാക്കാമായിരുന്നു. എന്താ മേനോൻ ഉദ്ദേശിച്ചത്? തനിക്ക് ഒരു അസുഖമില്ലെന്ന വിശ്വാസത്തിലാണ് ഗോപിക ഇപ്പോൾ ജീവിക്കുന്നത്. സത്യം അവൾക്ക് അറിയാമായിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ ചെന്ന് ചാടില്ലായിരുന്നു. സത്യം അറിഞ്ഞാൽ ഗോപികയുടെ ചിരിയും കളിയല്ല. അവൾ ഒരുപാട് കണ്ണീർ കുടിക്കേണ്ടി വന്നു. ഒടുവിൽ ഒരു നരച്ച കിഴവിയുടെ മറവിപ്പോടെ പയ്യെ പയ്യെ മരണത്തിലേക്ക്. അതൊരു വല്ലാത്ത ദുരന്തമല്ലേ? അതിനേക്കാൾ എത്രയോ നല്ലതാണ് ഈ അവസ്ഥ. ഒന്നുമില്ലെങ്കിലും അവൾ സന്തോഷവതിയല്ലേ? അതെത്ര നാളത്തേക്ക്? നുണകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കാൻ എപ്പോഴും എല്ലാവർക്കും കഴിയുന്നു വരില്ല. കഴിയും. ഇപ്പോഴിത് അറിയാവുന്നത് എന്നെ കൂടാതെ 3 പേർക്കാണ്. ഡോക്ടർ അപർണ, അവിനാഷ്, മേനോനും. നിങ്ങളും അത് പറയാതിരുന്നാൽ മാത്രം മതിയല്ലോ. ഡോക്ടർ അവിനാശിനും എപ്പോഴും അത് രഹസ്യമാക്കി വയ്ക്കും. കഴിയും. ഡോക്ടർ എനിക്ക് വാക്ക് വാക്ക് തന്നതാവില്ല, ജയമോഹൻ പിടിച്ചു വാങ്ങിയതാവും. അതിന്റെ പേരിൽ അവരൊരുപാട് വേദനിക്കുന്നുണ്ട്. ഡോക്ടർ അങ്ങനെ പറഞ്ഞു. പറയേണ്ട കാര്യമുണ്ടോ? ആർക്കും മനസ്സിലാക്കാവുന്ന സത്യമല്ലേ. ഗോപിക സ്നേഹിക്കുന്നത് അവരുടെ മകനെയാണ്. നിങ്ങൾക്കത് അറിയില്ലെന്നുണ്ടോ? അറിയാം, എല്ലാം അറിയാം. സത്യത്തിൽ എന്നെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന കാര്യവും അത് തന്നെയാ. അതൊരു രക്ഷപ്പെടലാണ്. സത്യം പറയുമ്പോൾ ജയമോഹന് രസിക്കില്ല. പക്ഷേ എനിക്കിത് പറയാതെ വയ്യ. പ്ലീസ് ക്യാരി ഓൺ. ഗോപിക്ക് വേണ്ടി ആങ്ങള എന്ന നിലയിൽ നിങ്ങൾക്ക് ജീവിതം തന്നെ സാക്രിഫൈസ് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ ആരുമല്ലാത്ത ഡോക്ടർ അപർണയിൽ നിന്ന് അത് പ്രതീക്ഷിക്കരുത്. അറിയാം, പക്ഷെ എനിക്ക് മറ്റു വഴികളില്ലല്ലോ. ഉണ്ട്. നിങ്ങൾ ആ വാസ്തവത്തെ നേരിടാൻ തയ്യാറല്ലെന്ന് മാത്രം. ജയമോഹൻ അറിയോ, നിങ്ങൾ ഗോപികയുടെ മുറിയിലേക്ക് കയറി വരുന്ന നേരത്ത് ഞാൻ ആ സത്യം പറയാൻ ഒരുങ്ങുകയായിരുന്നു. നിങ്ങൾ വല്ലതും പറഞ്ഞു? ഇല്ല, താൻ വരാൻ ഒരു 5 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ വൃത്തിയായിട്ട് ഞാൻ കൈകാര്യം ചെയ്തേനെ. സാരമില്ല, ഇനിയും സമയം വൈകിട്ടില്ല. നോ, അത് ചെയ്യരുത്. ദൈവത്തെ ഓർത്ത് ഗോപിയോട് നിങ്ങളത് പറയരുത്, പ്ലീസ്. നിങ്ങൾ എന്താ പ്രാക്ടിക്കൽ ആകാത്തത്? രോഗത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ രോഗിയെ അറിയിക്കുന്നതാണ് മോഡേൺ മെഡിസിന്റെ രീതി. അല്ലാതെ എല്ലാം മറച്ചുവെച്ച് ആ കുട്ടി ഒരു മൂഢസ്വർഗത്തിൽ അകപ്പെടുത്തലല്ല. എന്തായാലും അവസാന നിമിഷങ്ങളിൽ അവൾ ആ സത്യം സ്വയം അറിയും. അതെ, പക്ഷെ ആ നിമിഷം വരെ എന്റെ ഗോപിക ഒന്നും അറിയരുത്. ഒന്നും. നിങ്ങളുടെ കാല് പിടിക്കാൻ തയ്യാറാ ഞാൻ. എന്താ ജയമോഹൻ കുട്ടികളെ പോലെ? എന്നെ കൈവിടരുത്, പ്ലീസ്. ശരി, നിങ്ങളുടെ തീരുമാനം അതാണെങ്കിൽ പിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല. എല്ലാം അറിയാവുന്ന ആളെന്ന നിലയ്ക്കാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അറിയാം, പക്ഷെ എന്റെ ഗോപി അവസാന നിമിഷം വരെ ഒന്നും അറിയരുത്. മേനോൻ എനിക്ക് വാക്ക് തരണം. ജയമോഹന് നന്ദിയുണ്ട് മേനോൻ, ഒരുപാട് ഒരുപാട്.